ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നോക്കുന്നത് മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് പോർഷനാണ്. നെക്സ്റ്റ് പോർഷൻ വെൽഡിംഗ് ടോർച്ച്, അല്ലെങ്കിൽ ഇതിനെ ബ്ലോ പൈപ്പ് എന്ന് പറയും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് വെൽഡിംഗ് ടോർച്ച്. ഇതിൻ്റെ ഒരെൻഡിൽ നമ്മൾ ഒരെൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസറ്റ്ലിൻ അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസിനെ റിസീവ് ചെയ്യാനുള്ള പോർഷനാണ്. ഓക്കെ, അതായത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ, ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ, അസറ്റ്ലിൻ ഗ്യാസ് സിലിണ്ടർ, ഇവിടെ നിന്നുള്ള ഗ്യാസ് ഒരു ഹോസ്, ഇത് രണ്ട് ഹോസ് കാണും. ഒന്ന് അസറ്റിലിൻ്റെ ഹോസ് കാണും, അടുത്തത് ഓക്സിജൻ്റെ. ഈ രണ്ട് ഹോസിൽ കൂടി വന്ന് ഈ ഒരു പോയിന്റിലായിരിക്കും റിസീവ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ രണ്ട് വാൽവ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് റെഡ് കളർ, അല്ലെങ്കിൽ ചില സമയത്ത് അത് മെറൂൺ കളർ ആയിരിക്കും, മറ്റൊന്ന് ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന വാൽവ് അസറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവാണ്. ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഓക്സിജനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവ്. അപ്പോൾ അസറ്റിനെ കൺട്രോൾ ചെയ്യുന്ന വാൽവ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും ഓക്സിജൻ്റെത് റൈറ്റ് ഹാൻഡ് ത്രെഡും ആയിരിക്കും. അപ്പം ഈ രണ്ട് വാൽവിനെ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ്റെ അസറ്റിലെ ഫ്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഇതൊരു ഇത് അവസാനം ഇത് രണ്ടും കൂടെ ഫ്ലോ കൺട്രോൾ ചെയ്തതിന് ശേഷം ഇത് ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തി മിക്സ് ആയതിനു ശേഷം ഈ ടിപ്പിൽ കൂടെ വെളി വരും. ഓക്കെ, ഈ ടിപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിപ്പിൻ്റെ എൻഡിലായിരിക്കും ഇവിടെ ബേണിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ ടിപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. അതായത് ഈ ഫിഗറിൽ തന്നെ വേറെ ടിപ്പ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് അതായത് നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ടിപ്പ് മാറ്റി മാറ്റി വയ്ക്കാം. വെൽഡ് ചെയ്യുമ്പോൾ ഉള്ള ഇതിൻ്റെ അക്സസിബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ടിപ്പ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇതതിൻ്റെ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഡാഷ് ലൈൻ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പാത്താണ്, ഗ്യാസ് ഫ്ലോ ചെയ്യുന്ന പാത്താണ്. ഒരെണ്ണം ഒന്ന് ഫ്യൂവൽ ഗ്യാസും മറ്റേത് ഓക്സിജനുമാണ്. രണ്ട് കൺട്രോൾ വാൽവ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്താണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വോളിയത്തിലാണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു മിക്സിംഗ് ചേമ്പറുണ്ട്. നമ്മളിവിടെ കൺട്രോൾ ചെയ്യും. ചില സമയത്ത് ഓക്സിജൻ ആയിരിക്കും കൂടുതൽ വരുന്നത്, ചില സമയത്ത് സെറ്റിലായിരിക്കും കൂടുതൽ വരുന്നത്. നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ചിലപ്പോൾ ഈ രണ്ടും ഈക്വലായിട്ട് വരും. എങ്ങനെ വന്നാലും ഇത് അവസാനം മിക്സിംഗ് ചേമ്പറിലെത്തി മിക്സ് ചെയ്യും. അതിനുശേഷം ഈ ടിപ്പിൽ കൂടെ വെളി വരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് ബേൺ ചെയ്തത്. അപ്പോൾ ഈ ടിപ്പിൻ്റെ ക്രോസ് സെക്ഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതൊരു നോസിലാണ്. അതായത് ഇതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ടിപ്പിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. അതായത് ഈ പോയിന്റ് ഉള്ളതിനേക്കാളും കൂടുതൽ വെലോസിറ്റി ആയിരിക്കും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ഈ വെൽഡിംഗ് ടോർച്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോ പ്രഷർ വെൽഡിംഗ് ടോർച്ച് ഉണ്ട്, ഹൈ പ്രഷർ വെൽഡിംഗ് ടോർച്ച് ഉണ്ട്. അപ്പോൾ ലോ പ്രഷർ, ഹൈ പ്രഷർ ഈ ടേമുകളൊക്കെ പറയുന്നത് ഇതിൽ കൂടിയുള്ള അസറ്റിലിൻ്റെ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് ലോ പ്രഷർ അല്ലെങ്കിൽ ഹൈ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ലോ പ്രഷർ ടോർച്ച് നോക്കുക. ഇതിൻ്റെ അകത്ത് ഈ ഡയഗ്രത്തിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെൻട്രൽ പോർഷനിൽ കൂടെയാണ് നമ്മൾ ഓക്സിജനെ പാസ് ചെയ്യുന്നത്. രണ്ട് സൈഡിൽ കൂടെ അസറ്റിനെ പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അസറ്റിലിൻ ഈ രണ്ട് സൈഡിൽ കൂടെ വന്ന് രണ്ട് പ്രത്യേക ചേമ്പറുമാണ്. ഇവിടെ ഒരു ചേമ്പർ, ഇവിടെ ഒരു ചേമ്പർ. ഈ രണ്ട് ചേമ്പറും ഈ ഓക്സിജനുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇതൊരു വെഞ്ചുറി എഫക്റ്റാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഓക്സിജൻ ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ രണ്ട് സൈഡിലുമുള്ള അസറ്റിലിൻ ഈ പോർഷനിലേക്ക് സക്ക് ചെയ്തപ്പെടും. ഓക്കെ, അങ്ങനെ കയറുന്ന അസറ്റിലിൻ ഈ ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്ത് ഈ മിക്സിംഗ് ചേമ്പറിലെത്തും. അതിനുശേഷം നമ്മളിതിനെ ബേൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ നമ്മൾ ലോ പ്രഷർ ടോർച്ച് എന്നാണ് പറയുന്നത്. ഹൈ പ്രഷർ ടോർച്ചിൻ്റെ അകത്ത് രണ്ടും ഒരേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് ഓക്സിജൻ ഒരു സൈഡിൽ കൂടെയും അസറ്റിലിൻ ഒരേ സൈഡിൽ കൂടെയും. ഇതിൻ്റെ പ്രഷർ ഓൾമോസ്റ്റ് ഈക്വലും കൂടെ ആയിരിക്കും. ഓക്കെ, ഇവിടെ നടന്ന പോലെ ഒരു സക്ഷൻ ഇവിടെ നടക്കത്തില്ല. ഓക്കെ, ഇങ്ങനെ രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏകദേശം അപ്രോക്സിമേറ്റ് പ്രഷറിൽ വന്നതിന് ശേഷം ഈ മിക്സിംഗ് ചേമ്പറിൽ മിക്സ് ചെയ്യുന്നു. അതിനെ നമ്മൾ വെളിയിലേക്ക് വിട്ട് ഇവിടെ ബേൺ ചെയ്യുന്നു. ഇതിനാണ് ഹൈ പ്രഷർ വെൽഡിംഗ് ടോർച്ച് എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ വേറൊരു ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. സെയിം സാധനം തന്നെയാണ്. ഇപ്പം ലോ പ്രഷർ ആകുമ്പോഴത്തേക്ക് ഓക്സിജൻ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇവിടെ ഒരു വെഞ്ചുറി എഫക്റ്റ് നടക്കും. അസറ്റിലിൻ എൻ്റെ രണ്ട് സൈഡിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, ഈ പോയിന്റിലാണ് വെഞ്ചുറിങ് എഫക്റ്റ് നടക്കുന്നത്, വെഞ്ചുറി എഫക്റ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ രണ്ട് സൈഡിലുള്ള അസറ്റിലിൻ ഈ ഒരു പോയിന്റിലേക്ക് സക്ക് ചെയ്യപ്പെടും. അത് മിക്സിംഗ് ചേമ്പറിലെത്തുന്നു, ഇവിടെ ബേൺ ചെയ്ത് മാറും. ഓക്കെ, ഹൈ പ്രഷർ ആകുമ്പോഴത്തേക്ക് ഓക്സിജനും അസറ്റിലിനും ഏകദേശം ഒരേ പ്രഷറിൽ കൂടെ തന്നെ ആയിരിക്കും ഈ ടോർച്ചിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇത് മിക്സിംഗ് ചേമ്പറിലെത്തി ഇവിടെ ബേണിംഗ് നടക്കും. ഇതിനാണ് ഹൈ പ്രഷർ ടോർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ബേൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം എങ്ങനെയായിരിക്കും എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നോർമലി ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എൻ്റെ ഫ്ലെയിമിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ബേൺ ചെയ്യുമ്പോൾ ഒരു ഇന്നർ കോൺ എന്ന് പറഞ്ഞൊരു പോർഷൻ കാണും, ഒരു ഔട്ടർ എൻവലപ്പും കാണും. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ നോക്കുക. ഇന്നർ കോണിലെ ടെമ്പറേച്ചർ 3040 മുതൽ 3300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഇന്നർ കോണിൽ. ഇതിന് നല്ല വൈറ്റിഷ് കളറായിരിക്കും. ഓക്കെ, ഔട്ടർ എൻവലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂയിഷ് കളറായിരിക്കും. ഇതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ ഡിസ്റ്റൻസ് കൂടുന്തോറും ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇവിടുത്തെ വാല്യൂ ഏകദേശം 2100. പിന്നെയും വെളിയിലേക്ക് പോകുന്നതോറും ടെമ്പറേച്ചർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും.
ഓക്കെ, ഇങ്ങനെ ഒരു സെപ്പറേഷൻ വരാൻ കാരണം എന്താണ്? സാധാരണ നമ്മളൊരു ഒരു ഫ്ലെയിം അല്ലെങ്കിൽ നമ്മളൊരു ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ എല്ലായിടത്തും ഒരേപോലെയാണ് തീ വരുന്നത് അല്ലെങ്കിൽ ഈ ഫ്ലെയിം വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു രണ്ട് സെപ്പറേറ്റ് റീജിയൻ വരാനുള്ള റീസൺ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനാണ് നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ അസറ്റിലും ഓക്സിജനും തമ്മിൽ ബേണിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നർ കോണിൽ ബേൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അസറ്റിലും ഓക്സിജനും കൂടെ ബേൺ ചെയ്തിട്ട് ഇത് 2CO+H2 ഇത്രയും മോശമാണ്, ഈ ഒരു റിയാക്ഷനാണ് നടക്കുന്നത്. അതായിരിക്കും ഈ ഇന്നർ കോണിൽ നടക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, അതിൻ്റെ ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നർ കോണിൽ നടക്കുന്ന റിയാക്ഷൻ. അതേപോലെ തന്നെ ഈ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് ഈ 2CO+H2 ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നടന്നത്, ഈ ഇന്നർ പോർഷൻ നടന്നത്. ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും ഇതിൻ്റെ റിയാക്ഷൻ. അതായത് ഈ 2CO+H2 അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ, അതായത് ഈ വെളിയിലത്തെ റീജിയനിൽ നടക്കുന്നത് ഈ CO+H2 ഇത് ഓക്സിജനുമായിട്ട് പിന്നെയും മിക്സ് ചെയ്ത് അല്ലെങ്കിൽ റിയാക്ഷൻ നടന്ന് CO2+H2O മാറും. അതാണ് ഈ ഔട്ടർ റീജിയനിൽ നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ മെയിനായിട്ട് രണ്ട് റീജിയൻ വരുന്നത്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഫ്ലെയിംസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും: ഓക്സിഡൈസിങ് ഫ്ലെയിം, ന്യൂട്രൽ ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിം. അപ്പം ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു വെൽഡിംഗ് ടോർച്ചിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഇവിടെ രണ്ട് വാൽവ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഓക്സിജൻ്റെ വാൽവാണ് നമ്മൾ കൂടുതൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഓക്സിജൻ ആയിരിക്കും ഇത് വരുന്നത്. അതായത് നമ്മൾ ഫ്യൂവൽ ഗ്യാസോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും വരുന്നത്. അതായത് ഈ ഓക്സിജൻ്റെ വാൽവാണ് നമ്മൾ കൂടുതൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്ലെയിമിനെയാണ് അങ്ങനെ ഉണ്ടാകുന്ന ഫ്ലെയിമിനാണ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ബേൺ ചെയ്ത് കഴിയുമ്പോഴും ഈ ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ പ്രത്യേകത ഇതിന് ഓക്സിജൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും. അതായത് നോർമൽ ബേണിങ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ ഓക്സിജൻ്റെ അളവ് ഒരുപാട് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഓക്സിജൻ്റെ അളവ് ഒരുപാട് കൂടുതലാണെങ്കിലും ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഏത് മെറ്റലാണോ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ അളവ് ഒരുപാട് ഇൻസേർട്ട് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ നോർമലി ഇങ്ങനത്തെ ഈ പറഞ്ഞ ഫ്ലെയിം നമ്മൾ മെയിനായിട്ട് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ബ്രാസ്, ബ്രോൺസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓക്സിഡൈസിങ് ഫ്ലെയിം ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്യാസ് വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഔട്ടർ പോർഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വർക്കിനെ പ്രീ ഹീറ്റ് ചെയ്യാനായിരിക്കും. ഓക്കെ, അതായത് അതിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കുറവായിരിക്കും. ഇപ്പോൾ നോർമലി ഇത് ഉപയോഗിക്കുന്നത് വർക്കിനെ പ്രീ ഹീറ്റ് ചെയ്യാനും ഇന്നർ കോൺ ടച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് വെൽഡ് ചെയ്യുന്നത് നോർമലി, കാരണം അവിടുത്തെ ടെമ്പറേച്ചറാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, ഇപ്പോൾ ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലെയിമിൻ്റെ അകത്ത് ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും ഇതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന ഓക്സിജൻ നമ്മൾ വെൽഡ് ചെയ്യുന്ന മെറ്റലിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യും. ഇതാണ് ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ഫ്ലെയിമാണ് കാർബറൈസിങ് ഫ്ലെയിം. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതിനേക്കാളും വ്യത്യാസമായിട്ട് ഇതിനകത്ത് ഇടയ്ക്ക് ഒരു ലെയറും കൂടെ ഉണ്ടാവും. അതിന് നമ്മൾ അസറ്റിലിൻ ഫെദർ എന്ന് പറയും. അപ്പോൾ ഈ കാർബറൈസിങ് ഫ്ലെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓക്സിജൻ്റെ അളവിനേക്കാളും കൂടുതലായിട്ട് അസറ്റിലിൻ്റെ അളവായിരിക്കും കൂടുതൽ. ഓക്കെ, അതായത് ആദ്യത്തെ കേസിൽ ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ അകത്ത് നമുക്ക് ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവും ഓക്സിജൻ്റെ അളവ് കൂടുതലുമാണ്. എന്നാൽ കാർബറൈസിങ് ഫ്ലെയിമിൻ്റെ അകത്ത് അതായത് അസറ്റിലിൻ്റെ അളവായിരിക്കും കൂടുതൽ ആസ് കമ്പയർ ടു ഓക്സിജൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു മൂന്നാമതൊരു, അതായത് സെൻട്രൽ പോർഷനിലൊരു ലെയറും കൂടെ ഉണ്ടാകും, അതിന് അസറ്റിലിൻ ഫെദർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിൻ്റെ പ്രത്യേകത ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് കാർബൺ കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലെയിം വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നമ്മൾ ഏതാണോ മെറ്റൽ വെൽഡ് ചെയ്യുന്നത് അതിൻ്റെ അകത്തേക്ക് കൂടുതൽ കാർബൺ ഇൻസെർട്ട് ചെയ്യും. ഇപ്പോൾ നോർമലി ഇത് ഈ ഹാർഡനിങ് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഫ്ലെയിം ഉപയോഗിക്കുന്നത്. ഇത് അതിൻ്റെ വ്യൂർ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്നർ കോൺ, ഇൻ്റർമീഡിയറ്റ് ഒരു അസറ്റിലിൻ ഫെദർ, ഔട്ടർ കോൺ. അടുത്തത് ന്യൂട്രൽ ഫ്ലെയിം. ന്യൂട്രൽ ഫ്ലെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന ഫ്ലെയിം. നോർമലി എല്ലാ മെറ്റീരിയൽസും വെൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലെയിമാണ് ന്യൂട്രൽ ഫ്ലെയിം. ഇതിൻ്റെ അകത്തിൽ ഓക്സിജൻ്റെ അളവും അസറ്റിലിൻ്റെ അളവും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇന്നർ കോണിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 3040 മുതൽ 3300 വരെ. പിന്നീട് ഔട്ടറിലേക്ക് മൂവ് ചെയ്യുന്തോറും ഇതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഓക്സിഡൈസിങ് എഫക്റ്റോ അല്ലെങ്കിൽ കാർബറൈസിങ് എഫക്റ്റോ ഒന്നും കാണത്തില്ല, കാരണം ഇതിൻ്റെ അകത്ത് രണ്ടിൻ്റെ അളവ് ഈക്വൽ ആയത് കാരണം ഒരു എഫക്റ്റും ഇല്ല. ഇപ്പോൾ നോർമലി ഏറ്റവും കൂടുതൽ വെൽഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്ലെയിം ആയിരിക്കും. ഇത് വേറൊരു ഫിഗറാണ് ന്യൂട്രൽ ഫ്ലെയിമിൻ്റെ. ഇത് ഈ മൂന്ന് ഫ്ലെയിമിൻ്റെ ഒരു കമ്പാരിസണാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഓക്സിഡൈസിങ് ഫ്ലെയിമിൻ്റെ അകത്തും ന്യൂട്രൽ ഫ്ലെയിമിൻ്റെ അകത്തും ഈ പറഞ്ഞ രണ്ട് ലെയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, രണ്ട് റീജിയൻ.
കാർബറൈസിങ് ഫ്ലെയിം ആകുമ്പോൾ മൂന്നാമതൊരു റീജിയനും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ന്യൂട്രൽ ഫ്ലെയിമും ഓക്സിഡൈസിങ് ഫ്ലെയിമും ഒന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ ന്യൂട്രൽ ഫ്ലെയിമിന് ഈ പറയുന്ന എൻവലപ്പിൻ്റെ സൈസ് ഒരുപാട് കൂടുതലായിരിക്കും ആസ് കമ്പയർ ടു ഓക്സിഡൈസിങ് ഫ്ലെയിം. അങ്ങനെ നമുക്ക് ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ന്യൂട്രൽ ഫ്ലെയിമിൻ്റെ ഈ പറയുന്ന ഔട്ടർ എൻവലപ്പ് ഒരുപാട് ലെങ്തിലായിരിക്കും വരുന്നത്, പക്ഷേ ഓക്സിഡൈസിങ് ഫ്ലെയിമിന് അത്രയും വരത്തില്ല. ഈ രണ്ട് കേസിലും രണ്ട് റീജിയൻ മാത്രമേ ഇതിനകത്ത് ഉണ്ടാകത്തുള്ളൂ, ഒന്ന് ഇന്നർ കോണും പിന്നെ ആ ഒരു ഔട്ടർ എൻവലപ്പ്.